ഹലോ ഹായ്, ഇന്ന് ഞാൻ ഉന്നക്ക ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിന് 1 കിലോ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത പഴവും ഒരുപാട് പച്ചയായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ നടുമത്തിയിലേക്കണം പഴം എടുക്കണം കേട്ടോ. പിന്നെ ഞാനത് പുഴുങ്ങാനായിട്ട് ഇതുപോലെ കുക്കറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പഴം ഇങ്ങനെ ഇറക്കി വെക്കാം, എല്ലാം ഇങ്ങനെ നിരത്തി വെക്കാം. എന്നിട്ട് ഒരു 3 വിസലിന് നമുക്കിതെടുക്കാം. പിന്നെ അതുപോലെ ആവശ്യമായത് തേങ്ങയുണ്ട്, ഗീ ഉണ്ട്, ഏലക്കയുണ്ട്, പഞ്ചസാര, പിന്നെ കശുവണ്ടിയാണ് ഇടേണ്ടത്. കശുവണ്ടി എൻ്റെ കയ്യിലില്ലാതെ പറഞ്ഞാൽ കുറച്ച് പിസ്തയും ബദാമും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ചട്ടിയിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒരു 3 വിസലിനെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഗീ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വരിഞ്ഞ് വെക്കാം. ഇതിലൊക്കെ ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇങ്ങനെ വാട്ടിയെടുക്കാൻ മതി. ചിലവരിതിൽ മുട്ടയൊക്കെ ഇടും കേട്ടോ. ഇവിടെ മുട്ട കൂട്ടാത്തവരുണ്ട്, അതുകൊണ്ടിട്ട് ഞാൻ മുട്ട ഇടില്ല. നമുക്കിഷ്ടമുള്ള ഫില്ലിങ് വെക്കുക ഇതിനകത്ത്, മധുരമുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ആയിട്ട് അപ്പോൾ ഇത് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം. ഇവിടെ കുക്കറിൽ ഞാൻ പഴം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 വിസലിന് ഞാൻ എടുത്തിട്ട് 3 വിസലായപ്പോഴത്തേക്ക് ഇങ്ങനെയായി. ഇനി ഇത് എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂടോടുകൂടി തന്നെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൂടാറി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചിട്ടെ. ചൂടുണ്ട്, കയ്യിൽ വേണം. ഇതിങ്ങനെ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ കാണിച്ചിടണം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇതായി വരും അല്ല. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചൂടോടുകൂടി തന്നെ ആക്കണം. അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് ഇങ്ങനെ വിട്ട് വരില്ല, കുഴഞ്ഞു വരില്ല. നിന്ന് ചൂടാക്കി കഴിയുമ്പോൾ കൈ കൊണ്ടിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കില്ല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇത് ഞാനിവിടെ കുഴച്ചതുണ്ട്, നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ചെറിയൊരു ബോൾ എടുത്തിട്ട് ചെറുത് ഒരു നാരങ്ങ വലുപ്പം, അതിലും കൂടെ കുറച്ചും കൂടെ വലുതായിരിക്കണം കേട്ടോ. ഓരോരുത്തരും വലുപ്പം അനുസരിച്ചിട്ട് എടുക്കും. ചിലർക്ക് വലുതാണ് ഇഷ്ടം, ചിലർക്ക് ചെറിയ എണ്ണക്കായാണ് ഇഷ്ടം. എന്നിട്ട് ഇതിങ്ങനെ കയ്യിൽ വെച്ച് ഇച്ചിരി എണ്ണ തടയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് എണ്ണ തടയണം, പിടിക്കാതിരിക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ എണ്ണ ഉണ്ട്, അതാണ് ഞാനിപ്പോൾ. എന്നിട്ട് കുറച്ച് ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ അമർത്തി പതിയെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടിട്ട് ഇങ്ങനെ കാണിക്കണം. പണ്ടൊക്കെ ഇതുണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇപ്പോൾ വളരെ ഈസിയാണ്. ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത കാലത്ത് അച്ചിൽ വെച്ച് പീച്ചയൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും വലിയ പാടൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഷേപ്പാക്കി എടുക്കണം. ഉന്നക്കായൻ്റെ ഈ 2 സൈഡും ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ നിൽക്കും. അതാണ് ഉന്നക്കായൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. കണ്ടോ? ഇനി ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ അതേ എല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 1 കിലോ പഴത്തിൽ നിന്ന് 16 കിട്ടിയിട്ടുണ്ട്. ചിലത് വലുതായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിലോ നെയ്യിലോ എന്തെങ്കിലും വേണമെങ്കിലും പൊരിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചട്ടി വെച്ച് ഉന്നക്ക പൊരിക്കണത് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണെന്ന് ചട്ടി എണ്ണ ചൂടായി കിടക്കണം. അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ ഇപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ മൊരിഞ്ഞ് വരും. ഇങ്ങനെ ഗോൾഡൻ കളറാകുമ്പോൾ എടുത്താൽ മതി. ഒരുപാട് തീ കൂട്ടി വെക്കരുതും എന്നാൽ ഒരുപാട് കുറച്ചും വെക്കരുതും. മറിച്ചിടേണ്ടത് ഇങ്ങനെ കാണിച്ചത് ഓട്ടോമാറ്റിക്കലി എല്ലാ സ്ഥലവും ഒരുപോലെ ആയിക്കോളും. അതേ കണ്ട ഗോൾഡൻ കളറായി എല്ലായിടും ഒരുപോലെ മരിഞ്ഞിട്ടുണ്ട്. ഇത് എണ്ണയിൽ കോരി മാറ്റി അടുത്തത് കൊടുക്കും. അപ്പോൾ അതേ ഉന്നക്ക ഇവിടെ റെഡിയായി. കഴിക്കണം ചായ ഉന്നക്കായി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരാം.